ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ പോണ്? നമ്മൾ നോമ്പൊക്കെ അൽഹംദുലില്ലാ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലത്തെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ചിക്കൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പത്തിരി, സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ മുളകിട്ടതൊന്നുമല്ല കേട്ടോ. എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ളൊരു മുളകിട്ടതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഉണ്ടാക്കൽ. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതിൽ ഞാൻ ഒരു 2 പൊട്ടാറ്റോ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ജയമോള് ചിക്കൻ കൂട്ടൂല. പിന്നെ ഇതിൽ ഇങ്ങനെ പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇട്ടതാ. ചിക്കൻ കറി അവിടെ കിടന്ന് റെഡി ആവണ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എഗ്ഗ് ഒന്ന് ബോയിലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേനോ ഈ ഒരു എഗ്ഗ് ബോയിലർ. അപ്പോൾ അതിൽ എങ്ങനെ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കപ്പ് വരുന്നുണ്ട്. ഇതിൽ ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എഗ്ഗ് ഹാർഡാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ വേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഈ ഒരു സ്വിച്ച് ഓൺ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ എഗ്ഗ് ബോയിലായി കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടി വെക്കാണ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ കെറ്റലിൽ വെള്ളം തിളപ്പിക്കും കേട്ടോ. എന്നിട്ട് അതൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ പൊടിയിട്ട് വാട്ടലാണ്. അങ്ങനെ ആവുമ്പോൾ എളുപ്പത്തിൽ പരിപാടി കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസുമ്മൽ തിളയ്ക്കാൻ കുറച്ചും കൂടെ കൂടുതൽ ടൈം എടുക്കൂലേ. കെറ്റലിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം തിളയ്ക്കുമല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ടായിനി. അങ്ങനെ എഗ്ഗ് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് എഗ്ഗ് എടുത്തിട്ട് പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഗ്ഗ് ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പത്തിരിക്കുള്ള പൊടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. എപ്പോഴും പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ നല്ലത്. പക്ഷേ കൈ പൊള്ളാതെ നോക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് ദിയമോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് വിളിച്ചിട്ട് നോമ്പ് തുറപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിനി. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഇന്നലെ രാത്രി ആകുമ്പോൾ ജോയ്മോനിക്ക് നല്ല പനി കേട്ടോ. പിന്നെ ഇന്ന് പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ എന്നെ പണിയെടുക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ. മക്കൾക്ക് വെയ്യാണ്ടായാലും എപ്പോഴും എന്താ പറയുക, അവർക്ക് ഒരു വാശിയും ദേഷ്യവും അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പം നമ്മൾ രാവിലെ അവരെ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് പരിപാടി നടക്കൂല, കാരണം മോനിക്ക് പനിയാണ് എന്ന്. അപ്പം ഓക്കെ പിന്നൊരു ദിവസം നടത്താമെന്ന് പറഞ്ഞിട്ടോ. നമുക്ക് കുറച്ച് സങ്കടമൊക്കെ കഴിഞ്ഞിട്ടോ. ഓളിങ്ങനെ ആഗ്രഹിച്ചത് ഇനി ഓളോ ഫ്രണ്ടൊക്കെ വരുമെന്ന്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, മോനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ എന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഏതായാലും ഇതാ പത്തിരി പരത്തലും അവിടെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഈ എഗ്ഗ് ഒന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ അടർന്ന് വരുന്നുണ്ട്. നമ്മൾ സാധാ വെള്ളത്തിലിട്ട് ബോയിലാക്കണം അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൽ ബോയിൽ ചെയ്തെടുക്കുന്നതും. പെട്ടെന്ന് തന്നെ ഈ ഒരു തൊലിയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഇട്ടുള്ളത്. കറക്റ്റ് നമ്മൾ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ എഗ്ഗ് ബോയിലറൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളി കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട, നന്നായിട്ട് തന്നെ എഗ്ഗ് ബോയിലായൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പത്തിരി ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ചൂടോട് കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പത്തിരി നന്നായിട്ട് പൊങ്ങി വരും. നമ്മളെ നാട്ടിൽ ഇതുപോലെ നേർമ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കൽ. ചില സ്ഥലത്ത് കട്ടിയുള്ള പത്തിരി ഉണ്ടാക്കും, പത്തൽ എന്നൊക്കെ പറയും. അപ്പോൾ ഓരോരുത്തർ പറയുന്ന രീതിയും പിന്നെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കോഴിക്കോട് മലപ്പുറം ആ ഒരു സൈഡിൽ ഇതുപോലൊക്കെ തന്നെയാണ് പത്തിരി ഉണ്ടാക്കൽ. അപ്പോൾ ഏതായാലും ഇതാ പത്തിരി ചുട്ടെടുക്കലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നോമ്പിന് ചില ആൾക്കാർക്കൊക്കെ പത്തിരി വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ടാവും. ഇവിടെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എനിക്ക് പത്തിരിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എന്നും പത്തിരി ആവുമ്പോൾ ഒരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കും. പിന്നെ എഗ്ഗ് എന്തിനാണ് ബോയിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇന്ന് പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത് എഗ്ഗ് ബജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും 2 പച്ചമുളകും ഒരു 3-4 ചുവന്നുള്ളിയും പിന്നെ കുറച്ച് മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ
അപ്പോൾ അതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അതിൽ തീരെ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഒരു എഗ്ഗ് നമ്മൾ 4 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ ചമ്മന്തി കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പലഹാരമാണ് കേട്ടോ സൈമോക്ക് കൂടുതൽ ഇഷ്ടം. ഓള് കഴിക്കുന്ന കുറച്ച് പലഹാരങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ റമദാൻ്റെ വ്ളോഗിലൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതാ ഒരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതാ നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് ചില ടൈമിൽ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ കൈമലൊക്കെ ഓയിലൊക്കെ ആവും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ആ ഒരു എഗ്ഗ് തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ. അപ്പം ഞാൻ ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആവുമ്പോൾ വല്ലാണ്ട് പൊട്ടിത്തെറിക്കൊന്നുമില്ല കേട്ടോ. സൈഡായി വന്നാൽ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഒരുപാട് സമയമൊന്നും ഓയിലിൽ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതാ മുഴുവൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ. ഞാൻ ഇവിടെ വീഡിയോ എഡിറ്റ് ആക്കുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മോന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന പോലെ എങ്ങനെ പറഞ്ഞതാട്ടോ. അധിക വീഡിയോയിൽ മോൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ എങ്ങനെ മാറ്റി നിർത്തിയാലും ഓൻ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. നോമ്പ് തുറക്കാനുള്ള ഏകദേശ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം കലക്കാനും ഫ്രൂട്ട്സ് കട്ടാക്കാനും അങ്ങനത്തെ പണികളൊക്കെ ആണ് ഇട്ടുള്ളത്. വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ടും എന്താ പറയുക, നോമ്പ് തുറക്കണ വരെ കിച്ചണിൽ തന്നെ ഇനി കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ക്യാമറ മാറ്റി അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് നേരം വീകുമല്ലോ വീഡിയോ എടുത്ത് കഴിയാൻ. പിന്നെ മോനക്ക് പനിയാണല്ലോ, അപ്പോൾ ഓനെ ഇടയിൽ വന്നിട്ട് ഓനെ എടുക്കാനും പറയുന്നുണ്ട്. അപ്പം കുറച്ച് നേരം മോനെ നോക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് പാത്രങ്ങളാണല്ലോ കഴുകാനുണ്ടാവുക. അപ്പോൾ ആ ഒരു പാത്രം കഴുകാൻ തന്നെ ഒരുപാടുണ്ട്. പിന്നെ ഇന്ന് ദിയമോള് നന്നായിട്ട് ഹെൽപ്പാക്കിയിട്ടുണ്ട് കേട്ടോ പാത്രം കഴുകാനൊക്കെ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഇതാ ഫ്രൂട്ട്സ് കട്ടാക്കലും വെള്ളം കലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നാരങ്ങ വെള്ളം തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിൽ കുറച്ച് ബ്ലൂബെറി അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്തതാ. അപ്പോൾ നല്ലൊരു പിങ്ക് കളറായി. കുട്ടികൾക്ക് അങ്ങനെ ആകുമ്പോൾ കുടിക്കാനൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ. അപ്പോക്കിന് ഇതാ ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിനി. പിന്നെ എല്ലാം എടുത്ത് ടേബിളിൻ്റെ മുകളിൽ സെറ്റാക്കി വെച്ചിട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഇരുന്ന് നോമ്പൊക്കെ തുറന്ന് അതിൻ്റെ ഇടയിൽ മോൻ എന്തൊക്കെയോ കച്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതൊരു വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ എഗ്ഗ് ബജി ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ബാങ്ക് കൊടുത്തേം പാട് ഫ്രൂട്ട്സും എന്തെങ്കിലും പലഹാരം ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കല. അത് കഴിഞ്ഞ് തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പത്തിരിയും കറിയൊക്കെ കഴിക്കൽ. ഇപ്പോൾ ഇതാ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ദിയമോളെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഓക്ക് കേക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ. അപ്പോൾ കേക്കൊന്നും വേണ്ട, ഇവിടുത്തെ ഡിപ്പിൽ കൊണ്ടുപോയാൽ മതി എന്ന് അറിഞ്ഞിട്ടോ. അവിടെ നല്ല വാഫിൾസും ചോക്ലേറ്റ് ബ്രൗണി അങ്ങനത്തെ ഒക്കെ കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഡിപ്പിൽ എത്തിയിട്ട് ഓക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ക്രേപ്പും പിന്നെ വാഫിൾസും വാങ്ങിയിട്ടുണ്ട്. ഇത് ഓക്ക് മാത്രമല്ല കേട്ടോ, സൈമോക്കും സോയിക്കും ഒക്കെ ഇഷ്ടമാണ്. ഫുള്ള് ചോക്ലേറ്റൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും കുട്ടിയൊക്കെ ഇഷ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ടോ ബർത്ത്ഡേ പരിപാടി ഉണ്ടായിനത്. അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം വീട്ടിലേക്ക് വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ചായ കുടിക്കുന്നത്. നേരത്തെ പത്തിരിയും കറിയൊന്നും കഴിച്ചിട്ടില്ലേനല്ലോ. അപ്പോൾ ഇതാ ചായയൊക്കെ ഉണ്ടാക്കി നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് പത്തിരിയും കറിയൊക്കെ കഴിച്ച് പിന്നെ സൈമോക്കും ദിയമോക്കും ചെറുതായിട്ട് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഓരെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നാളെ നോമ്പ് ഒൽക്കാനുള്ളതല്ലേ, അപ്പം ക്ഷീണാവൂലേ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.